ഹായ് ഓൾ, ഞാൻ ധന്യ, ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കേറ്ററ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ കേരള ഹിന്ദി പ്രചാര സഭയിൽ സാഹിത്യചാര്യ കഴിഞ്ഞു. ഒരു 16 വർഷത്തോളമായിട്ട് പ്രചാരക കൂടിയാണ്, ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കേറ്ററ്റ് പഠിക്കുന്നതിന് വേണ്ടി പ്രചാരസഭയിൽ തന്നെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതറിഞ്ഞ ശേഷം പഠിക്കാൻ അവിടെ ചേർന്നതാണ് ഞാൻ. പക്ഷേ എനിക്കത്ര ക്ലാസ് അത്ര ഒരു ഐഡിയ എനിക്ക് കിട്ടിയില്ല, ശരിയായിരുന്നില്ല. എനിക്ക് ഒട്ടും സമയമില്ല. സത്യം പറഞ്ഞാൽ നേരം വെളുത്ത ഒരു 6 മണി മുതൽ രാത്രി 10 മണി വരെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്ന് വെച്ചാൽ എൻ്റെ ഏർണിങ്സ്, എനിക്ക് 3 മക്കളുണ്ട്, 3 പേരെ നോക്കുന്നത്, വീട്ടുകാര്യങ്ങൾ അത്രയും നോക്കി പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഒട്ടും സമയം കിട്ടില്ല. രാത്രി 12 മണിക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ ഞാൻ പഠിക്കുന്നത്. ഞാൻ ഒക്ടോബർ 21-നാണ് ഇവിടുത്തെ ക്രാഷ് കോഴ്സ് ചേരുന്നത്. അവിടെ ഞാൻ ഏകദേശം 4000-ഓളം ഫീസ് കൊടുത്തു. എനിക്ക് ഒട്ടും പ്രയോജനപ്പെട്ടില്ല. പിന്നെ ഫേസ്ബുക്കിൽ എഡ്ഫിൽ ആപ്പിൻ്റെ ഇത് കണ്ടിട്ടാണ് എഡ്ഫിലിൽ ജോയിൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ 21-ന് ജോയിൻ ചെയ്തു. അന്ന് മുതൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നോട്ട് എഴുതി, ഒരുപാട് കഷ്ടപ്പെട്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേറ്ററ്റ് എഴുതുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം കിട്ടണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഇനി എഴുതണ്ട, എനിക്ക് ഫസ്റ്റ് കിട്ടണം. മാത്രമല്ല 100-ന് മുകളിൽ മാർക്ക് കിട്ടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാ ഇതും ഞാൻ ചെയ്തിരുന്നു. എനിക്ക് എന്തായാലും എഡ്ഫിലിനോട് വളരെയധികം നന്ദിയുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരുപാട് വർക്ക് ചെയ്യുന്നവരും ഞാൻ പഠിപ്പിക്കുന്നവരും ഞാൻ സാഹിത്യാചാര്യ പഠിപ്പിച്ച കുട്ടികളൊക്കെ എന്നോട് ചോദിച്ചു, എഴുതിയല്ലോ കിട്ടുമോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു ആപ്പിൻ്റെ ഹെൽപ്പോടെയാണ് പഠിച്ചത്, എനിക്ക് കിട്ടും, 115-ന് മുകളിൽ മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ സ്റ്റുഡൻറ്റ് കൗൺസിലർ തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു എനിക്ക് 116 കിട്ടുമെന്ന്. കറക്റ്റായിട്ട് എനിക്ക് ആ മാർക്ക് കിട്ടി. സത്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ 3-4 മാർക്കൊക്കെ എൻ്റെ അശ്രദ്ധ, 3-4 ഒരു 5-6 മാർക്ക് എൻ്റെ അശ്രദ്ധ കൊണ്ട് പോയതാണ് കേട്ടോ. ആദ്യമേ ഞാൻ അറിയാതെ കയറി ബബിൾ ചെയ്തു. പിന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ലല്ലോ. ഏതായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് പേരെടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടാറുണ്ട്. വളരെയധികം സന്തോഷം.